2018 ഏറ്റവും നല്ല ബാലനടിക്കുള്ള ചലച്ചിത്ര നമ്മുടെ പുരസ്കാരം കിട്ടിയ കുട്ടിയുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണ്. ആ കുട്ടി ഒരൊറ്റ സിനിമ കൊണ്ട് ഒതുങ്ങിപ്പോയി. എന്തുകൊണ്ട് പിന്നെ ഒരു സിനിമ ആ കുട്ടി കിട്ടാത്തത്? ചെങ്കൽച്ചുള്ളക്കാരിയാണ് കിട്ടാത്തത്. കഴിവില്ലാത്തതുകൊണ്ടാണോ? അല്ല, അവരെ ഒരിക്കൽ പോലും മലയാള സിനിമ വേണ്ടെന്നതുപോലെ പ്രയോജനപ്പെടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഒരു ചെങ്കൽച്ചുള്ളക്കാരിയായതുകൊണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്നും ചിലരുടെയൊക്കെ മനസ്സിൽ ജാതിയും കോളനിയും കറുപ്പും വെളുപ്പും പലരിടത്ത് പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ ജാതിയുടെ പേര് കറക്റ്റായിട്ട് പറയുന്നവരുണ്ട്. ഒരു 8ാം ക്ലാസ്സുകാരനെ നിർത്തി പെരുമാളെന്നും പൊതുവാളെന്നും ബ്രാഹ്മൺസ് എന്ന് ഇതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലപ്പുറം ഒരു ഇതില്ല. ഈ പുസ്തകം ഇവിടെ വായിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ടോ? ചർച്ച ഇതിനകത്ത് ആരും അത് വായിച്ചു ചർച്ച ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം. അതിനകത്ത് തെറ്റായിട്ടൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മളടങ്ങുന്നൊരു സമൂഹം അനുഭവിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നുള്ളത്. അത് അറിയാം, അവർക്ക് വ്യക്തിപരമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് അതിന് മോശപ്പെടുത്തി നമ്മുടെ കോളനിക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാനൊന്നും എഴുതിയിട്ടില്ലെന്ന് അവർക്ക് ബോധ്യം കാണും. അതുകൊണ്ടായിരിക്കും. ഈ പുസ്തകം വന്നതിന് ശേഷം ഈ രാജാജി നഗറിന് പഴയ ചെങ്കൽച്ചുള്ള കോളനിക്ക് ഉണ്ടായിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? പുസ്തകം വന്നതിന് ശേഷം അംഗീകാരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ തിരക്കി വരുന്നുണ്ട്. ഇപ്പൊ ആരെയാ തിരക്കി വരുന്നത്? ഞങ്ങളുടെ കോളനിയിൽ എല്ലാവരും എന്നെ തിരക്കി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഒരു സിനിമാ നടനായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ സിനിമാ നടൻ തിരക്കി വരും. ഞങ്ങൾക്ക് ഇതിനകത്ത് നേരത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ആരും ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ഇതിനകത്ത് KPSCയിൽ അഭിനയിച്ച ഒരു നാടക നടി ചെങ്കൽച്ചുള്ള താമസിക്കുന്നത്. അവർ എത്രയോ വർഷം നാടകത്തിൽ അഭിനയിച്ചവരാണ്. പിന്നെ ഭാഗ്യക്കുറി അവർ വിൽക്കുന്നുണ്ട്. അവര് ഒരിക്കൽ പോലും മലയാള സിനിമ വേണ്ടെന്നതുപോലെ പ്രയോജനപ്പെടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഒരു ചെങ്കൽച്ചുള്ളക്കാരിയായതുകൊണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് മലയാള സിനിമയുടെ നഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ ചേച്ചിയുടെ നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അത്ര നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു മലയാള സിനിമ. അതുകൊണ്ട് ഇവിടെയുണ്ട്. അവര് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് അതേപോലത്തെ ഒരുപാട്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് 2018 ഏറ്റവും നല്ല ബാലനടിക്കുള്ള ചലച്ചിത്ര നമ്മുടെ പുരസ്കാരം കിട്ടിയ കുട്ടിയുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണ്. ആ കുട്ടി ഒരൊറ്റ സിനിമ കൊണ്ട് ഒതുങ്ങിപ്പോയി. എന്തുകൊണ്ട് പിന്നെ ഒരു സിനിമ ആ കുട്ടി കിട്ടാത്തത്? ചെങ്കൽച്ചുള്ളക്കാരിയാണ് കിട്ടാത്തത്. കഴിവില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഒരൊറ്റ പേരിന്റെ പേരിൽ മാറ്റി. കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം ക്രിമിനൽസ് എന്ന ചിന്തയിൽ മാറ്റി നിർത്തുന്നുണ്ട്. അത് നമുക്ക് അത് പറയാൻ പറ്റും. ഇതിനകത്തുനിന്നൊരു ദേശീയ അവാർഡ് ജേതാവ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഹാൻഡിക്രാഫ്റ്റിന്റെ. അദ്ദേഹം ഇവിടുന്ന് മാറിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം അതിന്റെ ഒരു ജീവിച്ചു പോകുന്നു. കാരണം ചെങ്കൽച്ചുള്ളേന്നേ പോയി. കാരണം പിന്നെ ഇവിടെ ഒരാളുണ്ടായിരുന്നു, മാറിപ്പോയി. പുള്ളി ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരെയും പേര് പറഞ്ഞ് വ്യക്തിഗത ചെയ്യേണ്ട, ഒരിക്കൽ പോലും അങ്ങനെയല്ല. അപ്പൊ അവരിവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത ഒരാളാണ്. ഇവിടെ ഒരുപാട് തൊഴിൽ കൊടുത്തൊരു വ്യക്തിയാണ്. പക്ഷെ ലൈഫിൽ അയാൾ വളർന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കല്യാണം കഴിക്കാൻ പുറത്ത് സിനിമയിലെ ആദ്യത്തെ നടി PK റോസി. PK റോസി ഈ പറഞ്ഞ പോലെ ജാതിയിൽ താഴ്ന്ന സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അവരെ ആ സിനിമയിൽ കാണാൻ പോലും അനുവദിക്കാതെ അവരെ ഈ നാട്ടിൽ നിന്ന് മാറ്റി. പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് കൂടി അറിയില്ല. പിന്നെ ആ ജീവിതത്തിൽ തൊട്ട് എഴുതിയിരിക്കുന്നവര് മാർത്താണ്ഡത്തൊരു സ്ഥലത്ത്, കന്യാകുമാരിയില് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതല്ലാണ്ട് അങ്ങനെ ഒരു ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ മലയാളിക്ക് PK റോസി എന്ന് പറയുന്ന ഒരു നടി ഇല്ല. ഗീതകുമാരൻ എന്നുള്ള സിനിമ, ആ സിനിമ പോലും എനിക്ക് തോന്നുന്നത് പുറം ലോകം കണ്ടിട്ടില്ല. അതാണ് പിന്നെ കേരളത്തിന്റെ മറ്റൊരു മുഖം. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, നന്നായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളില്ല. പക്ഷെ ഇന്നും ചിലരുടെയൊക്കെ മനസ്സിൽ ജാതിയും കോളനിയും കറുപ്പും വെളുപ്പും താണവനും ഉയർന്നവനും പിന്നെ പൈസ ഉള്ളവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ ഇന്ന് ചില വേദികളിൽ പോലും എനിക്കിന്ന് അനുഭവപ്പെടാറുണ്ട്. കുടുംബശ്രീ എന്നുള്ള രീതിയിൽ ഇതിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? നമ്മൾ ഡേ ടു ഡേ നമ്മളൊരു 10-20 കുടുംബങ്ങൾ ചേർന്ന് ഒരു അയൽക്കൂട്ടം, ഒരു പിന്നെ പഞ്ചായത്ത് ചേർന്ന് ഒരു CDS, അങ്ങനെ വളരെ ഇന്റേണലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ ഇടപെട്ട് മാറ്റാൻ കഴിയും? ഇപ്പം ഞാൻ പറയാമല്ലോ, ഇപ്പം നമ്മുടെ ഈ പഞ്ചായത്തുകളിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ സിറ്റികളിലൊക്കെ കുറേ കൂടെയൊക്കെ
മുന്നോട്ടാണ് അവർ പോകുന്ന. അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ അവർ നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10 കുടുംബശ്രീയുടെ 20 കുടുംബശ്രീക്കാരെ വെച്ച് ഒരു പിന്നെ സാംസ്കാരിക സന്ധ്യകൾ അവരുടേതായ കഴിവുകൾ ഇപ്പം നമുക്കതിൻ്റെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാട്ടിൽ അവർ താമസിക്കുന്ന ഇടത്ത് അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കുറേ നമുക്ക് അവരുടെ ഉള്ളിലുള്ള കലയും മറ്റു കാര്യങ്ങളും നമുക്കത് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ചിലരൊക്കെ അത് മടിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് കഴിവ്, പാടാൻ കഴിവുള്ളവരുണ്ട്, ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്, എഴുതാൻ ഇപ്പോൾ എത്രയോ ആൾക്കാർ എഴുതുന്നവർ കാണും. ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് എഴുതണമെന്ന് താല്പര്യമുണ്ട്. കാരണം ഞാനങ്ങനെ എഴുതി കഴിഞ്ഞപ്പം എൻ്റെ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു താല്പര്യം, കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പം അത് അതൊരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാത്തിനും ഇപ്പോൾ ഓരോ പത്രങ്ങളും മാസികകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കുടുംബശ്രീക്കും ഒരു പത്രമോ ഒരു മാസികയൊക്കെ വെച്ചാൽ ഇങ്ങനെയൊക്കെ വീട്ടിലിരിക്കുന്ന അവരെ കൊണ്ട് ഒരു ചാനലാണിത്. ചാനലിന്റെ കാര്യം മാത്രമല്ല, ഒരു പത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഴുതാനോ കവിത എഴുതാനോ ഒക്കെ താല്പര്യമുള്ള അവരെ വിട്ട് തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൂടെ കൊണ്ടുവന്നാൽ അല്ല, അത് ഒരു ഭാഗം അത് ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ല, ഇവർ ഈ പൈസ ഒരു 10 പൈസ കൂടുതൽ കിട്ടിയാൽ ഇവർ ഈ ആരാധനാലയ ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്, വിശ്വാസത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അത് എപ്പോഴും നമ്മുടെ കൈകളിൽ നമ്മുടെ വിശപ്പ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ ചിന്ത ഉടനെ നമ്മൾ വലിയവരായി എന്നുള്ളതാണ്. അതായത് പിന്നെ ജാതി വെറിയന്മാരായി മാറും. അതെന്തുകൊണ്ടെന്നാണ്, അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കാര്യം. ആദ്യം നമ്മുടെ വിശപ്പ്. ഇപ്പൊ നമുക്ക് ഞാനും ധനജകുമാരിയും വിശന്ന് വലഞ്ഞു ഒരു പൊതി ചോറിട്ട് നമ്മൾ രണ്ടുപേരും അതിൽ കൈയിട്ട് കഴിക്കുന്നവരാണ്. ഇത് നമുക്ക് ദിവസവും 2 പേർക്കായിട്ട് ഭക്ഷണം കിട്ടും, നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലെങ്കിൽ ഉടനെ എൻ്റെ മനസ്സിലോ ധനജകുമാരിയുടെ മനസ്സിലോ ജാതി വെറി വന്നു. നമ്മൾ ഏതെങ്കിലും ജാതി വെറിയന്മാരുടെ ഒരു പക്ഷത്തേക്ക് മാറും. പിന്നെ നമ്മൾ തമ്മിലുള്ള കടിപിടിയാണ് എല്ലാം. മനസ്സിലായി? അതെങ്ങനെ മാറ്റാൻ പറ്റും? അതായത് നമ്മൾ സാധാരണക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതെ, ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഈ സ്ഥലത്ത് അങ്ങനെ ഒരു ജാതിയുടെ പേരിലൊരു ധനജകുമാരി പറയുമ്പോ ഈ സ്ഥലമല്ല, ധനജകുമാരിയുടെ പിന്നെ ലോകം മാറി. അതാ ഞാൻ പറഞ്ഞത്. ധനജകുമാരി ഇന്ന് സാംസ്കാരിക കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ തരത്തിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത കൂടിയിട്ടുണ്ട്, കുറഞ്ഞില്ല, കൂടിയിട്ടുണ്ട്. ആ കൂടിയ ഒരവസ്ഥ എല്ലാ പേരും ഒരു ഏറ്റവും താഴെ കിടക്കുന്ന ആളുകൾ മിഡിൽ ക്ലാസ്സിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം. മിഡിൽ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ അവർക്ക് ആ മിഡിൽ ക്ലാസ്സിൽ പിന്നെ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള സംഘടനയും കണ്ടെത്തി ക്ഷേത്രങ്ങളിലേക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ പൂർണ്ണരായി, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴാണ് പൂർണ്ണരായി, അല്ലെങ്കിൽ നമ്മൾ ഈ ജാതി വെറിയന്മാര്, ഇപ്പൊ എല്ലാവരും സവർണരെന്ന് പറയാം, എനിക്ക് സവർണരെന്ന് പറയാൻ ഇഷ്ടമല്ല, ജാതി വെറിയന്മാര് കാണിക്കുന്ന ഈ കോപ്രായത്തരങ്ങൾ നമ്മളും കാണിക്കണം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു അയ്യങ്കാളി നയിച്ചൊരു പിന്നെ ജാതിയോ, അല്ലെങ്കിൽ ഒരു ശ്രീനാരായണ ഗുരു നയിച്ചൊരു ജാതിയോ, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ സഹോദരൻ അയ്യപ്പൻ നടത്തിയ ഒരു പിന്നെ എന്താണ് സമൂഹ സദ്യയോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താണ് വേലായുധ പണിക്കര് ചെയ്ത മുക്കുത്തി സമരം വളരെ വ്യാപകമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മൂക്കുത്തി ഇടാൻ അവകാശമില്ലായിരുന്നപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്നും 1000 മൂക്കുത്തി ഉണ്ടാക്കി സകലമാന പിന്നെ സ്ത്രീകൾക്കും മൂക്കുത്തി ഇടിയിച്ചുകൊണ്ടാണ് ആ ഒരു സമരം നടത്തിയത്. അതുപോലെ അതിന് ശേഷം ഈ പറഞ്ഞ മാതിരി പാവപ്പെട്ട ആൾക്കാർക്ക് ക്ഷേത്രമില്ലാതെ വന്നപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കി. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് 20 വർഷം മുമ്പേ ഇദ്ദേഹം ക്ഷേത്രം ഉണ്ടാക്കി സാധാരണക്കാരന് തുറന്നു കൊടുത്തു. അതായത് ജാതി ഐക്യത്തോടുകൂടി മാറ്റി നിർത്തിയ പിന്നെ സമൂഹത്തിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള മനുഷ്യർക്ക് തുറന്നു കൊടുത്ത ഒരാളാണ് പിന്നെ വേലായുധ പണിക്കർ. അപ്പം അതുപോലെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും മാറ്റം ഇതാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലുണ്ടോ എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം ഞാൻ എൻ്റെ ഒരു സമൂഹത്തെ ചേർത്ത് പറഞ്ഞതല്ല, നമ്മുടെ ഇടയിൽ നമുക്കതില്ല. പക്ഷേ പലപ്പോഴും നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. പലരിടത്ത് പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ
ജാതിയുടെ പേര് കറക്റ്റായിട്ട് പറയുന്നവരുണ്ട്. അത് മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീയിലും കുടുംബശ്രീയുടെ നമ്മുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും അങ്ങനെ പറയാനുള്ള അവസരം ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കുടുംബശ്രീ എന്നുള്ള ഇതിനകത്ത് പൊതുവിൽ ആരും പറഞ്ഞ് കേൾക്കാറില്ല. പക്ഷെ ഞങ്ങളുടേതായ ഓരോ പ്രവർത്തനങ്ങൾ മുൻപിലോട്ട് നമ്മൾ വ്യാപിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ നമുക്കിത് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞു, അതിന് ഉദാഹരണമാണ് എൻ്റെ മകൻ. അവനോട് ജാതി കൂടെ ഇരുന്ന കുട്ടികളെ ഇപ്പൊ നമ്മളിപ്പോ ഓരോ പ്രഗത്ഭരെ കുറിച്ച് പറയും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് എൻ്റെ മകൻ. ഒരു 8ാം ക്ലാസ്സുകാരനെ നിർത്തി പെരുമാളെന്നും പൊതുവാളെന്നും ബ്രാഹ്മൺസ് എന്നും ഇതായിരുന്നു ഒക്കെ പറയുമ്പോൾ അതിലപ്പുറം ഒരു ഇതില്ല. അത് അനുഭവിച്ച ഒരാളാണ് ഞങ്ങൾ ജാതിയുടെ പേരില്. അത് ഇന്ന് ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇന്നും അതുണ്ട്, ഇന്നും അതുണ്ട്. പക്ഷെ അത് കുടുംബശ്രീയിൽ എത്രത്തോളം വരണമെന്ന് ചോദിച്ചാൽ ഈ സിറ്റിയുടെ ഭാഗത്ത് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് ഒരിക്കൽ പോലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷെ അത് ഇന്നും ഉണ്ട്. ഇന്ന് സമ്പത്തും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രശ്നമല്ല. നമ്മൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അവിടെ എപ്പോഴും നമുക്ക് തോന്നും നമ്മുടേതായ ചുറ്റും കുറച്ച് ആൾ വേണം, നമ്മൾ കുറച്ച് പൈസ കൊടുത്താലും നമ്മുടെ കുറച്ച് ജാതിക്കാർ നിർത്തണം എന്നൊക്കെയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട്. അത് മാറണം, പൂർണ്ണമായി മാറിയേ പറ്റുള്ളൂ. മനുഷ്യരെ മനുഷ്യരായി കണ്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.